കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന ഒരു ഐറ്റം കേട്ടോ. അതുപോലെ തന്നെയാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കേക്ക്. അത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ല കേക്കാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാലോ, അത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദയോ അതുപോലെ തന്നെ മുട്ടയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ച് ബിസ്ക്കറ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റാണ്. അപ്പോൾ ഒരു കൂട് ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓറിയോ ബിസ്ക്കറ്റ് വേണമെന്നില്ല. നമ്മളെ സാധാരണ ആരോറൂട്ട് ബിസ്ക്കറ്റ് അതുപോലത്തെ ഏത് ബിസ്ക്കറ്റ് ആണെങ്കിലും മതി കേട്ടോ. നമ്മളെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ബിസ്ക്കറ്റ്. അപ്പോൾ ഞാനിവിടെ ഒരു ഓറിയോ ബിസ്ക്കറ്റ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഇത് വെച്ച് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാത്തതൊക്കെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് കേക്ക് കഴിക്കാൻ. എന്നാൽ എപ്പോഴായിട്ടും നമുക്കിത് വാങ്ങിച്ച് കൊടുക്കാനായിട്ട് എന്താ പറയുക, അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഈ ഒരു ഇത് വെച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റായിട്ട് ഇത് വരുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഇത് ചെയ്ത് കഴിയുമ്പോഴേ. അപ്പോൾ അത് ഞാനൊരു കൂടി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അളവിൽ നല്ല തിളപ്പിച്ച പാലാണ്. തിളപ്പിച്ചിട്ട് ഇത് നല്ല തണുത്ത് റൂം ടെമ്പറേച്ചറിൽ നന്നായിട്ട് തണുക്കണം. തണുത്ത പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് പാലൊന്നൊഴിച്ച് അതിലൊന്ന് മുക്കി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ബിസ്ക്കറ്റൊക്കെ നല്ല കുതിർന്ന് വരുന്നുണ്ട് കേട്ടോ. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു ബിസ്ക്കറ്റ് ഈ ഒരു പാലിൽ ഇതിൽ കൂടുതൽ വേണ്ട കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് നമ്മൾ എടുക്കുന്ന ബിസ്ക്കറ്റ് ഒന്ന് കുതിരാൻ പാകത്തിന് ഉള്ള പാല് മാത്രമേ ഒഴിക്കാവുള്ളൂ. കൂടുതൽ പാൽ ഒഴിക്കരുത്. ഞാനിപ്പോൾ ഒരു കൂടി ബിസ്ക്കറ്റിലേക്ക് ഒരു 1.5 കൂടി ബിസ്ക്കറ്റ് കാണും. അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ പാൽ ചേർത്ത് കൊടുത്തുള്ളത്. അപ്പോൾ അത് മതി കേട്ടോ. ഇനി ഈ ഒരു പാലിൽ കിടന്നിട്ട് ബിസ്ക്കറ്റൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ലയിപ്പിച്ച് എല്ലാം നല്ലണം. അല്ലെങ്കിൽ ഈ പാലൊഴിച്ചിട്ട് ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അടിച്ചെടുക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഒരുപാട് എമൗണ്ട് ഒന്നും ഇല്ല എങ്കിൽ കൂടി ഞാനത് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വലിയ പാത്രത്തിലേക്ക് എടുത്തത് കേട്ടോ. ഇത് കണ്ടില്ലേ, നന്നായിട്ട് ആ ക്രീമും ബിസ്ക്കറ്റും ഒക്കെ ഈ ഒരു പാലിൽ നന്നായിട്ട് അങ്ങ് അലിഞ്ഞ് ചേരുന്നത് വരെ നന്നായിട്ട് ഒന്ന് എന്താ പറയുക, സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ഒരേ ഡയറക്ഷനിൽ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് കണ്ടില്ലേ, ഒട്ടും കട്ട പാടില്ല കേട്ടോ. അല്ലാതെ ഇത് നമ്മൾ കടയിൽ വിൽക്കാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കുള്ള കേക്കാന്ന് വിചാരിക്കുകയോ ചെയ്യരുത്. ഞാൻ ആദ്യമേ പറഞ്ഞു, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഓവനോ അതുപോലെ കാര്യങ്ങൾ ബീറ്ററൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കേക്കാന്ന് ആദ്യമേ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്കുന്ന ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് വളരെ 1/4 ടീസ്പൂൺ അളവിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ആ ഒരു ബേക്കിംഗ് സോഡേൻ്റെ മിശ്രിതം കൂടി ആവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലെ കുട്ടികൾ ഇവിടെയൊക്കെയാണെങ്കിൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. എന്നാൽ എന്താ പറയുക, നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷനോട് കൂടി ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റേതായ എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബീറ്റർ, ഈ ഒരു കേക്ക് ടിന്ന് എല്ലാം വേണം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മളെ കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇവിടെ അധികം മോള് ഒക്കെയാണ് ഉണ്ടാക്കുന്നത് കണ്ടോ. ഈ ഒരു കേക്ക് ടിന്നല്ല, ഇതൊരു ടിഫിൻ ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗ്രീസ് ഒന്ന് തടവി ആദ്യം എടുക്കുവാണ്. കാരണം ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ടൊഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ലോണം ഇത് എന്താ പറയുക, നമ്മുടെ നെയ്യൊക്കെ ഒന്ന് തടവിയെടുത്ത ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എത്രത്തോളം കൂട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം ഈ ഒരു പാത്രം എടുക്കാൻ കേട്ടോ. ഇനി ഇത് ഒന്ന് എന്താ പറയുക, ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. നമ്മൾ ഒഴിച്ചിരിക്കുന്ന പാത്രം ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. കാരണം അതിലെന്തെങ്കിലും ഒരു എയർ ബബിൾസൊക്കെ താഴെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കണ്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഒരു എന്താ പറയുക, ഡയറി മിൽക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലും നമ്മളെ കയ്യിൽ ഇതുണ്ടെങ്കിലും മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്കൊരു ഡയറി മിൽക്ക് വേണം നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കാനായിട്ട്. വെള്ളത്തിലിട്ടിട്ട് എന്താ പറയുക, കൂടോടുകൂടി വെള്ളത്തിലിട്ടൊന്ന് അലിയിച്ചെടുക്കണം കേട്ടോ. അത് അലിയിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അതെന്താ കാര്യം എന്ന് വഴിയേ പറയാം. പിന്നെ ഒരു ചെറിയൊരു ടിന്നെടുത്ത് അതിലേക്ക് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്കൊരു ഇതുപോലൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് നമ്മളിത് വേവിക്കാനായിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓവനൊന്നും വേണ്ട, കുക്കർ വേണ്ട. നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെറും ഒരു എന്താ പറയുക, ഒരു 10 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് പോലും വേണ്ട തോന്നുന്നു. അത് എത്രയും പെട്ടെന്ന് തന്നെ ഇത് കുക്കായി വരും കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്കൊരു പെർഫെക്ഷൻ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ഇപ്പോൾ ഇതേ നമ്മൾ വെള്ളം തിളച്ച
പിന്നെ വെള്ളം ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതിൽ തട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്ത ടിഫിനും കൂടി അതിൽ ഇറക്കി വെച്ചു കേട്ടോ. വെച്ചിട്ട് ഇനി ഇത് നന്നായിട്ട് കവർ ചെയ്യണം പിന്നെ ഈ ഒരു പാത്രം. അപ്പോൾ അതിന് നല്ല പാകമുള്ള ഒരു അടപ്പെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഈ ഒരു വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന വരെ നമ്മൾ ഈ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുള്ള വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നത് വരെ പിന്നെന്താണ് തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തീ തിളച്ചതിന് ശേഷം വെള്ളം തിളച്ചതിന് ശേഷം അതെന്താ പറയുക കുറച്ച് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണിത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. ആ ഒരു വെള്ളം വറ്റി കഴിയുന്നത് വരെ ഇപ്പോൾ കണ്ടോ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ഇനി നമ്മൾ തുറന്ന് നോക്കുന്നത് വെന്തോ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 8-9 മിനിറ്റ് കഴിയുമ്പോഴാണ് ഇനി നമ്മൾ തുറന്ന് നോക്കുകയുള്ളൂ. അപ്പോഴത്തേക്കും ഇതേ അടച്ച് വെച്ചു കേട്ടോ. ഇതൊരു 8 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ കേക്കിൻ്റെ ബാറ്റർ അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നല്ല വൃത്തിയുള്ള ഒരു ഈർക്കിൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പിന്നെ അതുപോലെ ഇട്ട് എന്താ പറയുക നമ്മളിതുണ്ടല്ലോ പിന്നെ ഫോർക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടായാലും മതി കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇതിലാവുന്നുണ്ട്. അതുകൊണ്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ഞാൻ പിന്നെ ഒന്ന് വേവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒന്നും കൂടി കുത്തി നോക്കുമ്പോൾ നമുക്കൊരു തരി പോലും ഈ ഒരു ഈർക്കലിൽ ആയിട്ടില്ല എങ്കിൽ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമ്മളങ്ങനെ ഒരുപാട് നേരം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുകയൊന്നും തന്നെ ചെയ്യുന്നില്ല. പിന്നെ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അതേ ഹൈറ്റിൽ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി ആവിയിൽ വെച്ചു ഒരു 2-3 മിനിറ്റ്. എന്നിട്ട് ഒന്നുകൂടി നമ്മൾ പിന്നെ ഈർക്കിൾ ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഒട്ടും തന്നെ ഈർക്കിളിലാവുന്നില്ല. അതിനർത്ഥം നന്നായിട്ട് പിന്നെ കുക്കായിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്ന് കുത്തി നോക്കുന്നുണ്ട് ഞാൻ. ഇത് കണ്ട നല്ല വൃത്തിയുള്ള പുതിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള പിന്നെ ഈർക്കിളാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ നമ്മളെ കേക്ക് ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ കണ്ട പാത്രത്തിൽ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും തന്നെ അളവിൽ നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ടില്ലെങ്കിലും നല്ലോണം കേക്ക് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ ഇതൊന്ന് തട്ടി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലൊന്ന് തട്ടി കൊടുക്കുകയാണ് കേട്ടോ. അതിൽ പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, അപ്പം തന്നെ വിട്ടുപോരും. ഇത് കണ്ടോ നല്ല വിട്ടു പോകുന്നു. അടിയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ ഇതാ നല്ല സോഫ്റ്റാണ് കേട്ടോ. അത് കണ്ടോ പിടിക്കുമ്പോൾ തന്നെ അറിയാം. വായിലിട്ട് കഴിയുമ്പോഴുള്ള അതിൻ്റെ ഒരു രുചി എന്ന് പറഞ്ഞാൽ അതിഗംഭീര രുചിയാണ്. ഇതുണ്ടോ പുക പോകുന്നുണ്ട്. പിന്നെ അത്രത്തോന്നെ എന്താ പറയുക തണുത്തിട്ടൊന്നുമല്ല നമ്മളിത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഓറിയോ കേക്ക് ആണ് ഓറിയോൻ്റെ ബിസ്ക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ 1 കൂടി ബിസ്ക്കറ്റ് അല്ലെങ്കിൽ 2 കൂടി ബിസ്ക്കറ്റ് എടുക്കുക. അതിലേക്ക് അത് മൂടി നിൽക്കാൻ പാകത്തിനുള്ള പാലൊഴിച്ചിട്ട് അത് നന്നായിട്ട് മെൽറ്റ് ചെയ്യുക. നന്നായിട്ട് മെൽറ്റാക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇടുക. ആ മിശ്രിതം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡയറി മിൽക്ക് വേണമെന്ന്. ഡയറി മിൽക്ക് കൂടോടുകൂടി തന്നെ ഈ ചൂടുവെള്ളത്തിൽ ഒരു 2 മിനിറ്റ് ഇട്ട് വയ്ക്കുമ്പോഴത്തേക്കും നന്നായിട്ടത് ഉരുകി വരും. അത് ആ കൂടിൽ നിന്ന് നമുക്ക് ഏതൊരു ഡിസൈനിലാണ് വേണ്ടത് ആ ഒരു ഡിസൈനിൽ അതുപോലെ ഇത് കണ്ടോ ആ കൂടിന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മേളിൽ കൂടെ കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായിരിക്കും ഇത് കഴിക്കാൻ. എന്നാൽ അധികം ചിലവുകളില്ല. നമുക്ക് വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടുകയാണെങ്കിൽ ഇതിനനുസരിച്ച് നമുക്ക് വലിയ കേക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ രുചികരമായിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു മക്കൾക്ക് പിന്നെ എന്താ പറയുക ഒത്തിരി സന്തോഷമാകുമെന്ന് തോന്നുന്നു ഈ ഒരു വീഡിയോ കാണുമ്പോൾ. അപ്പോൾ എൻ്റെ മക്കൾ ഉണ്ടാക്കി നോക്കണം. പിന്നെ മുതിർന്ന ആളുകളുടെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം കൈപൊള്ളി ഒന്നും ചെയ്യരുത്. അടിപൊളി ടേസ്റ്റാണ്. കഴിക്കാനാണെങ്കിൽ നമ്മൾ വായിലിടുമ്പോൾ തന്നെ നല്ല അലിഞ്ഞു പോകുന്നൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിൽ നമ്മൾ എന്തായിട്ടുള്ള ഡയറി മിൽക്ക് ഇട്ടതുകൊണ്ട് തന്നെ ഉള്ളിലൊക്കെ നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്. എന്നാൽ ഒരുപാട് അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഫീലില്ല. അപ്പോൾ നമ്മൾ ചൂടോടുകൂടി തന്നെ ഒത്തിരി ചൂടാറാൻ വെയിറ്റ് ചെയ്യാതെ തന്നെ ഞാനത് നിങ്ങളെ മുറിച്ചും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട നല്ല പെർഫെക്റ്റായിട്ട് ഉള്ളിൽ നമ്മൾ ആ ഒരു പിന്നെ ഡയറി മിൽക്ക് ഇട്ടത് കൊണ്ട് തന്നെ ഉള്ളിൽ നല്ല ചോക്ലേറ്റി ആൻഡ് ക്രീമിയാണ് കേട്ടോ. ഇത് കണ്ട നല്ല സോഫ്റ്റാണ് മുറിച്ചെടുക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇതൊരു കച്ചവടം ചെയ്യാനുള്ള കടയിൽ അങ്ങനെയുള്ളൊരു കേക്കാന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. കുഞ്ഞു മക്കൾക്കൊക്കെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അവരാഗ്രഹം വെത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ അത് മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുക പോകുന്നത് നിങ്ങൾക്ക് കാണാം. കാരണം ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒത്തിരി ചൂടില്ല, നല്ല ചെറിയൊരു ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതുണ്ടോ നോക്കിയേ, ഇതാ ഉള്ളിലൊക്കെ നല്ല സ്പോഞ്ച് പോലെ വായിലിടുമ്പോഴത്തേക്ക് കഴിക്കാനും അത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ പെട്ടെന്ന് എന്താ പറയുക മൈദയോ
മുട്ടയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ വേറെ ചേർക്കുന്നില്ല കേട്ടോ. ഇതുണ്ട്, എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി ഞാൻ കാണിച്ചു തരാം. എത്രത്തോളം എന്താ പറയുക, ഭയങ്കര സന്തോഷമാണിത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക്. ഒരു ലാസ്റ്റ് ഒരു ഫൈനൽ ലുക്കാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ വീട്ടിലെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഇതൊന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. കഴിക്കാൻ അടിപൊളി രുചിയാണ്. ഒരിക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് എപ്പോഴും ഉണ്ടാക്കിയെടുക്കും. അത്രയും ഗംഭീരമായിട്ടുള്ള റെസിപ്പിയാണ്. അധികം എന്താ പറയുക, മറ്റുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ കുട്ടികൾക്ക് വേണ്ടി കഴിക്കാനായിട്ട് ഉണ്ടാക്കി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് വിഷമമാണ് ചില വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞ ആളുകൾ, എന്തുകൊണ്ടാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് സെക്ഷനിൽ ഞങ്ങളോട് പറയാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനായിട്ട് മറന്നുപോലെ കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള പിന്നെ എന്താ പറയുക ഹൈപ്പ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങൾക്കൊരു ഹൈപ്പ് തരാനും നിങ്ങളുടെ കമൻറ്റ് എന്താണെങ്കിലും അതും കൂടി അറിയിക്കാനും മറന്നുപോലെ കേട്ടോ. അപ്പോൾ ഒത്തിരി നല്ല എന്താ പറയുക വീഡിയോസുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. എല്ലാവർക്കും ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധ്യമാവട്ടെ. അപ്പോൾ എല്ലാ പ്രാർത്ഥനയും എല്ലാവർക്കും വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ താല്പര്യമുള്ളവർ കൂടെ കൂട്ടണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും വീട്ടിലെ കുഞ്ഞുമക്കളെ സന്തോഷിപ്പിക്കാനായിട്ട് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കേക്കൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടി ഇതാ നിങ്ങൾക്കും കൂടിയുള്ള കേക്കാണ് കേട്ടോ. അടിപൊളി രുചിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് സ്നേഹം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടു കൂടി താങ്ക് യു ഫോർ വാച്ചിങ്.